ഓം നമ ശിവായ. അഷ്ടമുടിക്കായലിന്റെ ശാന്തമായ നീലിമയിൽ ശിവതേജസ് പ്രതിഫലിക്കുന്നിടത്ത്, രൗദ്രതയും കാരുണ്യവും ഒരേ ശ്വാസത്തിൽ ലയിക്കുന്നിടത്ത്. നമസ്കാരം. തീർത്ഥയാത്രയിലേക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം യാത്ര ചെയ്യുന്നത് കേരളത്തിന്റെ പുരാതന ആത്മീയ പൈതൃകങ്ങളിൽ ഒന്നായ കൊല്ലം നഗരഹൃദയത്തിലെ ആനന്ദവല്ലീശ്വരം മഹാക്ഷേത്രത്തിലേക്കാണ്. കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ഒരു പുരാതന ശിവക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്ന കൊല്ലത്തെ 3 ശിവക്ഷേത്രങ്ങളിൽ പ്രധാന സ്ഥാനമുള്ള ഈ ദേവാലയം കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തോടും തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രത്തോടും ചേർന്ന് കൊല്ലത്തിന്റെ ആത്മീയത്രയം പൂർണ്ണമാക്കുന്നു. പരശുരാമൻ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് എന്ന വിശ്വാസം ഇന്നും ഭക്തഹൃദയങ്ങളിൽ ജീവന്തമായി നിലനിൽക്കുന്നു. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ആനന്ദവല്ലി സമേതനായ പരമശിവനെയാണ്. പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന പത്നിസമേതനായ ശിവൻ. ശിവന്റെ ഹൃദയത്തിലെ രൗദ്രഭാവത്തിന് ശമനം നൽകുവാനായി കിഴക്കോട്ട് ദർശനം നൽകുന്ന ആനന്ദവല്ലിയായി പാർവതിദേവിയും പിന്നീട് പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടുതന്നെ പാർവതിയുടെ നടയ്ക്ക് കവാടമുണ്ടെങ്കിലും ഭക്തർക്ക് പ്രവേശനം ശിവന്റെ നടയിലൂടെ മാത്രമാണ്. ഇതിലും അപൂർവമായി ഒറ്റ ശ്രീകോവിലിൽ ലക്ഷ്മീഭൂമി സമേതനായ മഹാവിഷ്ണുവും അവതാരമായ ശ്രീകൃഷ്ണനും കുടികൊള്ളുന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ശിവനും വിഷ്ണുവും പത്നിസമേതരായി ഒരേ ക്ഷേത്രത്തിൽ വിരാജിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം ഇതാണ്. അതുപോലെ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണനും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അപൂർവതയും ഇവിടെ അനുഭവമാകുന്നു. ചെട്ടിയാർമാർ പണിതീർത്തത് എന്നാണ് ഈ മഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശ്വാസം. അഷ്ടമുടിക്കായലിന്റെ തീരത്ത് കൊല്ലം നഗരഹൃദയത്തിൽ ശാന്തമായി വിരാജിക്കുന്ന ഈ ദേവാലയം രണ്ടുതട്ടായി നിർമ്മിച്ച വട്ടശ്രീകോവിലാണ് പടിഞ്ഞാറേക്ക് ദർശനമായ ശിവനെയും കിഴക്കേക്ക് ദർശനമായ ആനന്ദവല്ലിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പടിഞ്ഞാറും കിഴക്കും ചതുരാകൃതിയിൽ പണിത നമസ്കാരമണ്ഡപങ്ങൾ, നാലമ്പലം, ആനക്കൊട്ടിൽ, ബലിക്കൽപുര, തിടപ്പള്ളി, ധ്വജപ്രതിഷ്ഠ, മനോഹരമായ ഗോപുരങ്ങൾ എല്ലാം ചേർന്ന് കേരള ക്ഷേത്രശില്പകലയുടെ സമ്പൂർണ്ണതയാണ് ഇവിടെ പ്രകടമാകുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറുവശത്ത് ശിവന്റെ നടയ്ക്കു നേരെ മുന്നിലായി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രക്കുളം ദേവന്റെ രൗദ്രഭാവത്തിന് ശമനം വരുത്തുന്ന ദിവ്യസങ്കല്പമായി ഇന്നും നിലകൊള്ളുന്നു. ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, നവഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണൻ. ഭക്തരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ശ്രദ്ധയോടെ ചെവി കൊടുക്കുന്ന ദൈവസാന്നിധ്യങ്ങളാണ് ഈ ക്ഷേത്രപരിസരത്ത് നിറഞ്ഞു നിൽക്കുന്നത്. മീനമാസത്തിലെ പൈങ്കുനി ഉത്സവം 10 ദിവസം നീളുന്ന ഭക്തിയുടെ ആഘോഷം. മീനത്തിലെ ചോതി നക്ഷത്രത്തിൽ ആറാട്ടോടെ ഉത്സവം സമാപിക്കുന്നു. ശിവരാത്രിയിലെ ഉറക്കമൊഴിയുന്ന പ്രാർത്ഥനകൾ, നവരാത്രിയിലെ വിദ്യയും സംസ്കാരവും, മണ്ഡലപൂജയിലെ നിശ്ചലമായ ഭക്തി ഓരോ ദിനവും ഈ ക്ഷേത്രത്തെ ജീവന്തമായ തീർത്ഥമാക്കുന്നു. ദേശീയപാതയിൽ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെ കടന്നുപോകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൊല്ലം ഗ്രൂപ്പിലുള്ള മേജർ ക്ഷേത്രങ്ങളിലൊന്നാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. ശിവനും ശക്തിയും വിഷ്ണുവും കൃഷ്ണനും ഒരേ ഭൂമിയിൽ ഒരേ ശ്വാസത്തിൽ വിരാജിക്കുന്നിടത്ത് ആനന്ദവല്ലീശ്വരം വെറും ഒരു ക്ഷേത്രമല്ല. അത് ഐക്യത്തിന്റെ ദർശനം, സമന്വയത്തിന്റെ സന്ദേശം. ഈ തീർത്ഥയാത്ര നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചെങ്കിൽ ഒരു ദീപം പോലെ ഇത് മറ്റുള്ളവരിലേക്കും പകരൂ. ഓം നമ ശിവായ. ഇതോടെ തീർത്ഥയാത്രയിലെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവ്യസ്ഥാനവുമായി വീണ്ടും കാണാം. നമസ്കാരം.